വലിയ പ്രചരണങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി, പ്രത്യേകിച്ചും പഞ്ചായത്ത് ഇലക്ഷന് ശേഷം കേരളത്തിലുടനീളം നോർത്ത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ക്രൈസ്തവ ആക്രമണങ്ങൾ നടക്കുന്നു. അത് മുഴുവൻ സംഘപരിവാർ BJP സംവിധാനങ്ങളിൽ നിന്നാണ് നടക്കുന്നത്. വലിയ പ്രചരണമായിരുന്നു. ഇന്ന് ഔദ്യോഗികമായി കോൺഗ്രസിൻ്റെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അദ്ദേഹം ഇന്ന് ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, തൊട്ട് അയല രാജ്യമായ ബംഗ്ലാദേശിൽ നടക്കുന്ന നരഹത്യയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്ത KC വേണുഗോപാലാണ് ഇത്തരത്തിലുള്ള പ്രചരണവുമായി നടക്കുന്നതെന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമാണ്. അതുമാത്രമല്ല, ഈ വ്യാജ പ്രചരണങ്ങളിലൂടെ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുക എന്നുള്ള വലിയ ഉദ്ദേശം കൂടി കോൺഗ്രസിനുണ്ട്. ബംഗ്ലാദേശിൽ ഉൾപ്പെടെ ഈ നരഹത്യക്ക് പിന്നിൽ ഉള്ള ശക്തികൾ ഏതൊക്കെയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉള്ള ആക്രമണങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. അതേ ജമാഅത്തെ ഇസ്ലാമിയെ സ്വന്തം ആക്കിയിട്ടുള്ള കോൺഗ്രസ്സിന് ഈ പ്രചരണങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസ്സിന് ദോഷം ചെയ്യുമെന്നുള്ള വലിയ കാഴ്ചപ്പാടിലായിരിക്കാം ഇന്ന് 2 ദിവസമായി ഭയങ്കരമായ സ്നേഹമാണ്. ആദ്യം കേരളത്തിലാണ് ഇത് ഏറ്റവും വലിയ പ്രചരണം നടക്കുന്നത്. കേരളത്തിൽ നടന്നിട്ടുള്ള ക്രൈസ്തവ ആക്രമണങ്ങളെക്കുറിച്ച്, അല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് ഒരക്ഷരം ഇവരാരും മിണ്ടി ഞങ്ങളാരും കണ്ടിട്ടില്ല. ഏറ്റവും ദുഃഖകരമായ സത്യം, നമ്മുടെ പള്ളുരുത്തി സെയിൻറ്റ് റിച്ച സ്കൂളിൽ, ആ സ്കൂളിന് നേരെ STP ആക്രമണം ഉണ്ടായപ്പോൾ മലയാളി കൂടിയായ AICC ജനറൽ സെക്രട്ടറി ഒരക്ഷരം ആ വിഷയത്തിൽ മിണ്ടി നമ്മളാരും കണ്ടില്ല. ഇന്നും ഈ നിമിഷവും കളമശ്ശേരിയിലെ കന്യാസ്ത്രീ മഠത്തിന് മുമ്പിൽ അതിക്രമിച്ച് കയറി അവരുടെ വഴിയും കുടിവെള്ളവും തടസ്സപ്പെടുത്തി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനെതിരെ ഇവരാരും മിണ്ടുന്നത് കണ്ടില്ല. ഇവിടെ മുനമ്പത്ത് അത്രയും വലിയ വിഷയം, ക്രൈസ്തവർക്ക് ഏറ്റവും അധികം നേരിട്ടൊരു വിഷയമുണ്ടായിട്ട് അവിടെ ആരെയും ഇന്ന് വരെയും പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടില്ല. അതുപോലെ നമുക്കറിയാം, ക്രൈസ്തവർ ഇന്ത്യയിൽ ന്യൂനപക്ഷം, ഞാനൊരു ന്യൂനപക്ഷക്കാരനായ ക്രൈസ്തവനായ വ്യക്തിയാണ്. 2.5% പോലും ക്രൈസ്തവർ ഇന്ത്യയിലില്ല. പക്ഷേ 50%-ലധികം ക്രൈസ്തവരുള്ള നൈജീരിയയിലും സുഡാനിലും വലിയ രീതിയിലുള്ള നരഹത്യ നടക്കുമ്പോൾ അതിൽ എത്രയോ സുരക്ഷിതരായി ഇന്ത്യ മഹാരാജ്യത്ത് ക്രൈസ്തവർ ജീവിക്കുന്നു എന്ന് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുമ്പിൽ വരുന്ന ഏതൊരു വിഷയങ്ങളെയും ഇടപെടാനും, നമുക്കറിയാം 150 കോടി ജനമുള്ള ഈ രാജ്യത്ത് ഒരു വിഷയം എവിടെയെങ്കിലും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള എലമെൻറ്റ്സ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ അറിയുന്ന വിഷയങ്ങളിൽ വളരെ കൃത്യമായി ഇടപെടാൻ, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും, നിങ്ങൾക്കറിയാം ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഞങ്ങൾ പോയി നിന്ന് പരിഹാരം, ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പോയി നിന്ന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ക്രൈസ്തവ സഭയും ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരും ഒക്കെയായി നിരന്തരമായി BJPയുടെ നേതൃത്വവും കേന്ദ്ര സർക്കാരും നിരന്തരമായി ഇടപെടുന്നതും അവരുമായി നല്ല ബന്ധത്തിലാകുന്നതുമൊക്കെ കോൺഗ്രസ്സിന് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം, CBCIയുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ഒരു തികഞ്ഞ സ്വയം സേവകൻ കൂടിയായ ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹം ഉണ്ണീശോയ്ക്ക് മുമ്പിൽ വണങ്ങുന്ന ചിത്രമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള, മാത്രമല്ല പിറ്റേ ദിവസം ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റ് വീട്ടിൽ നടന്നിട്ടുള്ള ക്രിസ്മസ് ആഘോഷത്തിൽ ഇന്ത്യ ഒട്ടാകെയുള്ള ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ, അത് എല്ലാ ഫ്രാക്ഷൻസിലുമുള്ള മതമേലധ്യക്ഷന്മാർ പങ്കെടുത്തിരുന്നു. ഇതൊക്കെ കാണുന്ന കോൺഗ്രസ്സിന് വളരെ പർപ്പസ്ഫുള്ളി വലിയ രീതിയിലുള്ള, അത് ഇന്ന് മാത്രമല്ല ഇപ്പോൾ പറഞ്ഞു പാലക്കാട് കരോള് തടസ്സപ്പെടുത്തി. എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? പാലക്കാട് അതിനെക്കുറിച്ച് വിശദീകരണം പാലക്കാട് ബിഷപ്പ് തന്നെ പറഞ്ഞു. സഭയോ പള്ളിയോ അറിഞ്ഞിട്ടുള്ള കരോളല്ല. ആ കരോള് CPMൻ്റെ നേതൃത്വത്തിൽ കുറേ ആളുകൾ അവിടെ പ്രാദേശികമായ എന്തോ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തമ്മിലുണ്ടാകിയ കലഹത്തിൽ അവിടെയും പറയുന്നു പാലക്കാട് കരോള് RSS തടസ്സപ്പെടുത്തി. RSS ഞാൻ വെല്ലുവിളിക്കുന്നു. RSSും BJPയുമായി ആ സംഭവത്തിന് യാതൊരു ബന്ധവുമില്ല. പ്രാദേശികമായി അവിടെ, അത് ബിഷപ്പ് പറയുകയാണ്, ഞങ്ങളുമായി യാതൊരു ബന്ധമില്ല എന്ന് ബിഷപ്പ് പറഞ്ഞൊരു വിഷയത്തിന് മേലാണ് ഇപ്പോൾ KC വേണുഗോപാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഞങ്ങൾ അതിൻ്റെ തികഞ്ഞ അവജ്ഞയോടുകൂടി തന്നെ ഞങ്ങൾ തള്ളിക്കളയാൻ. മാത്രമല്ല, ഇവർക്ക് ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം BJPക്ക് ക്രൈസ്തവ വിരുദ്ധരാക്കുന്ന ഈ നിലപാട്, മാത്രമല്ല ഇലക്ഷൻ എടുക്കുമ്പോൾ
കേരളത്തിലുള്ള നേതാക്കന്മാർ വടക്ക് നോക്കി യന്ത്രങ്ങളായി മാറുകയാണ്, വടക്കോട്ട് നോക്കിയിരിക്കുകയാണ്. സ്വന്തം നാട്ടിൽ എന്ത് നടക്കുന്നു, സ്വന്തം നാട്ടിൽ എന്താണ് വിഷയം. ക്രൈസ്തവരോട് ഇത്രയേറെ സ്നേഹമുള്ള കോൺഗ്രസ് ക്രൈസ്തവർക്കുള്ള ആകെയുള്ള സംവരണം എന്താ? EWS. ആ EWSനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നാൽ അതിലൊരു നിലപാടൊന്ന് മാറ്റാമോ KC വേണുഗോപാൽ? അപ്പോൾ മുഖ്യധാരാ വിഷയങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ഉൾപ്പെടെ, ഇന്നറിയാം, ഇന്ന് നിങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്നു, ഡൽഹി അതിനുവേണ്ടി വലിയ പ്രക്ഷോഭം ഇവിടെ നടക്കുന്നത്. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതികരിച്ചു ബംഗ്ലാദേശിലുള്ള ഈ കൂട്ടക്കൊലയെക്കുറിച്ചും ഈ നരഹത്യയെക്കുറിച്ചും. എന്നിട്ടും നിങ്ങൾ KC വേണുഗോപാലിൻ്റെ ട്വീറ്റ് എടുത്ത് നോക്ക്, എവിടെയും ഇതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാത്ത KC വേണുഗോപാലാണ് കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ച്. ഞാൻ പറയല്ലോ, എവിടെയൊക്കെ ഇഷ്യൂസ് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടോ, ഇഷ്യൂസ് ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ കൃത്യമായി ഇടപെടാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ അല്ല, എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ള വലിയ മെസ്സേജാണ് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അത് ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ല, എല്ലാവരെയും ഒരുമിച്ച് നിർത്തണമെന്നുള്ള വലിയ മെസ്സേജ് ആണ് ഞങ്ങളുടെ നേതാവ്, ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഞങ്ങളതനുസരിച്ച് പോകുന്നവരാണ്. ഇത് അങ്ങേറ്റം അപലപനീയമാണ്. തെറ്റിദ്ധാരണ പരത്തുക, ഇലക്ഷൻ ആകുമ്പോൾ വലിയ ക്രൈസ്തവ സ്നേഹമാണ്. എന്നാൽ ഈ വിഷയങ്ങളുണ്ടായ സമയത്തൊന്നും, നിർമ്മല കോളേജ് പ്രശ്നമുണ്ടായപ്പോൾ കല്ലറങ്ങാട്ട് പിതാവിനെതിരെ ആക്രോശവുമായി ബിഷപ്പ് ഹൗസിലേക്ക് STP മാർച്ച് നടത്തിയപ്പോൾ ഇതൊന്നും, അന്ന് പിതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അപ്പോൾ ഇവർക്ക് ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രമാണ് ഈ ക്രൈസ്തവ സ്നേഹം. ഇതുകൊണ്ടൊന്നും സഭ ആയിട്ടുണ്ടാകുന്ന നല്ല ഓരോ ദിവസവും വലിയ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയും ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ടും വിവിധ മതവിഭാഗങ്ങളുമായി വലിയ നല്ല ബന്ധമാണ് ഞങ്ങൾ കാത്തുസൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ തകർക്കാൻ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണവുമായി ഇറങ്ങരുതെന്ന് കോൺഗ്രസിനെ വിനയപൂർവ്വം ഓർപ്പിക്കുന്നു. ക്രിസ്മസ് ഭീഷണിയുടെ നിഴലിലാണെന്നാണ് ഇപ്പോൾ CBCയുടെ പ്രസ്താവന വന്നിട്ടുള്ളത്. അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ, അതായത് ആവർത്തിച്ച് അവർ പറഞ്ഞതാണ്, പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് പറഞ്ഞു, ഉന്നത ആളുകളൊക്കെ നേരിട്ട് കണ്ട് പറഞ്ഞിട്ടും ഈ വിഷയം ആവർത്തിക്കുന്നു എന്നല്ലേ അവർ പറയുന്നത്. ഞങ്ങൾ CBCI ഇന്ന് CBCIയുടെ സെക്രട്ടറി ജനറൽ അല്ലെങ്കിൽ CBCIയുടെ പ്രസിഡന്റ് ആൻഡ്രൂസ് താഴത്ത് പിതാവ്, അവരോടൊക്കെ ഒന്ന് ചോദിക്കണം നിങ്ങൾ. അവർ ഔദ്യോഗികമായി ഞങ്ങളെ ഏത് വിഷയം അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ദിവസങ്ങൾ കൊണ്ട് പരിഹാരം ഉണ്ടായിട്ടുണ്ട്, ദിവസങ്ങൾ കൊണ്ട്. അല്ല, ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും BJPയുടെ തലയിൽ കെട്ടിവെക്കണോ? യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഇപ്പോ ആഭ്യന്തരമന്ത്രിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്, ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 864 ആക്രമണങ്ങൾ ക്രിസ്ത്യൻ സമൂഹം നടപടി ഉണ്ടായിട്ടില്ലേ പറഞ്ഞു ചോദ്യം കഴിഞ്ഞ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ഛത്തീസ്ഗഡിലും UPയിലുമാണ് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, ഒന്ന് ഇടപെട്ട് തരണേ എന്നാണ് ആ കത്തിൽ പറയുന്നത്. തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ എന്താ സംശയം? അതിന് നടപടി ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? ഞാൻ കാര്യം പറയട്ടെ. നിങ്ങൾ UPയിലെ കാര്യം പറഞ്ഞു. UPയിൽ നിങ്ങളിന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. 1670 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രൈസ്തവ സമൂഹത്തിന് മാത്രമായിട്ടുണ്ട് അവിടെ. 1670 ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിക്കുവാൻ അതിന് പർപ്പസ്ഫുള്ളി ആയിട്ട് ശ്രമം നടക്കുന്നു എന്നുള്ള സംശയമില്ല. ഞാൻ പറയട്ടെ, ക്രിസ്മസ് ഒരാൾ 864 ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി. അല്ല 864 സംഭവങ്ങളുണ്ടായി ഇന്നാണോ അവർ റിപ്പോർട്ട് ചെയ്യുന്നത്? എന്തുകൊണ്ട് ഈ ആഴ്ചയാണോ 800? രാജ്യത്തെ പല ഭാഗത്തും 864 സംഭവങ്ങൾ ഇന്നാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞില്ലേ, CBCI CNI ഉൾപ്പെടെയുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും കൃത്യമായിട്ട് അതിനൊരു വ്യവസ്ഥാപിതമായ സംവിധാനം തന്നെ BJPക്കുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന എല്ലാ പരാതികൾക്കും ഞങ്ങൾ പരിഹാരം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ആക്രമിക്കപ്പെടരുത് എന്ന കർശനമായ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാകരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം എല്ലാ CMമാർക്കും ചീഫ് മിനിസ്റ്റർമാർക്കും DGPമാർക്കും കർശനമായ നിർദ്ദേശം കാവലുണ്ടാകണമെന്ന് തന്നെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അത് ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ നടപടി ഉണ്ടാകണം. ആ നടപടി ഉണ്ടാകണം എന്നല്ല നമ്മുടെ ആവശ്യം. അതുകൊണ്ടാണ് അല്ല, ഞാൻ ഒരു കാര്യം ഈ 10 വർഷത്തിനിടയിലാണോ ഈ ഇത്തരത്തിലുള്ള നോർത്ത് ഇന്ത്യയിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ പറയരുത്. ഈ 10 കണക്കതല്ല ഈ 10 വർഷത്തിനിടയിലാണോ? ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പും അതിനുശേഷവും
ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയം വേണ്ട, ഉണ്ട്. ഇപ്പോൾ കൂടി നിങ്ങളാണ് പറയുന്നത്, ഞാൻ പറയില്ല. അല്ല, യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അത് അവരോട് ചോദിക്കണം, എനിക്കറിയില്ല, എനിക്ക് ആ സംഘടനയെക്കുറിച്ച് സംശയം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാമല്ലോ, എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം കാണുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശം. പക്ഷേ എൻ്റെ വിഷയം അതല്ലല്ലോ. ഇതിന് ഇപ്പോൾ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം ഈ ബംഗ്ലാദേശ് ഇഷ്യൂവിനെ പോലും അഡ്രസ്സ് ചെയ്യാത്ത ആളുകൾ എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു? ഈ വിഷയങ്ങൾക്ക് പുറകിൽ ഏറ്റവും അധികമുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകളുടെ വിഷയങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ചർച്ചയാകുമെന്ന് മനസ്സിലാക്കിയോണ്ടല്ലേ ഈ വിഷയം ഡൈവേർട്ട് ചെയ്യുന്നത്. വശത്ത് ക്രിസ്മസിന് വേണ്ട സാധനങ്ങൾ വിൽക്കുന്ന ഒരു പയ്യൻ, ബിജെപിക്കാരാണോ? സംഘപരിവാർ പറഞ്ഞില്ലല്ലോ. അതാരാ ചെയ്ത്? അതായത് ഇങ്ങനെ സംഭവം അതിന്മേൽ നടപടി ഉണ്ടാകണം. അവിടെ പോലീസുണ്ട്, അവിടെ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾക്ക് വളരെ കൃത്യമായ നടപടി ഉണ്ടാവും. ഇവിടെ ഇൻഡോറിൽ സമാനമായ സാഹചര്യം ഉണ്ടായി. അന്ന് ജോർജ് കുര്യൻജി അതിനകത്ത് ഇടപെട്ടത്. 8 മണിക്കൂർ കൊണ്ട് മുഴുവൻ പ്രതികളെ അറസ്റ്റ് ചെയ്തു. അവർക്ക് വേണ്ട എല്ലാ പ്രൊട്ടക്ഷൻ കൊടുത്തു. കന്യാസ്ത്രീമാർക്ക് നേരെ ഇത്തരത്തിലുള്ള സംഘടന ഉണ്ടായി. അന്ന് വലിയ പ്രചരണമായിരുന്നു ബജ്രംഗ് ദൾ. അത് അവിടെ കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയായിരുന്നു ആ ബജ്രംഗ് ദൾ. അതിനും പഴി കേട്ടത് BJP RSS ആണ്. അപ്പോൾ ഇത്തരം സംഘടനകൾ ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ. ഇത്തരം സംഘടനകളുണ്ട്. ഒരു കാര്യം വളരെ കൃത്യമായിട്ടറിയാം, ഒരു ന്യൂനപക്ഷ സമൂഹത്തെയും ആക്രമിക്കാനോ അവരെ മോശമാക്കാനോ അവരുടെ ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ആഘോഷം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് ആഘോഷത്തിന് CBCയുടെ പരിപാടിക്ക് പ്രധാനമന്ത്രി എന്തിനാ വരുന്നത്? അങ്ങനെയാണെങ്കിൽ പോകണ്ടെന്ന് വെച്ചാൽ പോരെ? അവിടെയാണ് പ്രശ്നം. അല്ല മേലേത്തലത്തിലുള്ള ആളുകൾക്ക് പ്രശ്നമില്ല. അല്ല, എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ക്രൈസ്തവരെ മുഴുവൻ ആക്രമിക്കണം, അവരെ മോശമാക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പ്രധാനമന്ത്രി എന്തിനു പോകണം? അല്ലെങ്കിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്തിന് ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ വിളിച്ച്? ഇന്ത്യ പോലെ 150 കോടി ജനമുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ഉണ്ടായാൽ അതിന് പരിഹാരം ഉണ്ടാകണം, അതും നമ്മൾ ചെയ്യുന്നുണ്ട്. ഛത്തീസ്ഗഡിലുണ്ടായപ്പോൾ ഇവരാണോ പരിഹരിച്ചത്? ഇവരാണോ പരിഹരിച്ചത്? ഛത്തീസ്ഗഡിൽ ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത്? BJP ആണോ? അല്ലല്ല. അവിടെ ഉണ്ടാക്കിയ ഇഷ്യൂസിൽ അവിടെ തെറ്റിദ്ധാരണകരമായ ഒരു സാഹചര്യം ഉണ്ടായി. നിങ്ങളൊക്കെ അവിടെ വന്നാണ്. അവിടെ ആരാണ് ഇടപെട്ടത്? പ്രധാനമന്ത്രി. അവരുടെ ഇട്ടുവെച്ചിരുന്ന സെക്ഷൻ അനുസരിച്ച് ആ ഗവൺമെൻറ് സ്ട്രോങ് ആയി നിന്നിരുന്നെങ്കിൽ 10 മാസം കഴിഞ്ഞാൽ പോലും അവർക്ക് ജാമ്യം ലഭിക്കില്ലായിരുന്നു. നിങ്ങൾക്കറിയാം, എനിക്കറിയാം, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇല്ലേ? പക്ഷേ അവിടെ 1 മിനിറ്റ് കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കി. ആരാണ് പരിഹാരം ഉണ്ടാക്കിയത്? പ്രധാനമന്ത്രി ഇടപെട്ട് പിറ്റേ ദിവസം 4 മണിക്ക് കേരളത്തിലെ എംപിമാരെ ഇടപെട്ടിട്ട് എന്താണ് അവിടെ ആ സർക്കാർ അവിടെ പറയട്ടെ, അങ്ങനെ തർക്കിക്കരുത്. സർക്കാർ ആ വിഷയത്തിൽ നിലപാട് എടുത്തില്ലായിരുന്നുവെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടുമായിരുന്നു. ഞങ്ങളുടെ സർക്കാർ എടുത്തു നിലപാട്. ഞങ്ങളുടെ സർക്കാർ നിലപാട് സംഘടനയാണ് BJPയും. നിങ്ങൾക്ക് അങ്ങനെ സ്ഥാപിക്കണമെന്ന് നിർബന്ധമുണ്ട്. അങ്ങനെയല്ലേ? അല്ലേ? RSSലെ സംഘടനയല്ലേ ബജ്രംഗ് ദൾ? ദേശീയാവൃത്തിക്ക് വന്നാണോ എന്നാണ് ചോദിച്ചവർ. തീർച്ചയായും അവിടെ അത്തരത്തിലുള്ളൊരു പരാതി ഇവിടെ ഇന്നും ഇന്നലെയുമായിട്ട് യൂട്യൂബിലും ഗൂഗിളിലും സെർച്ച് ചെയ്ത് 1980 മുതലുള്ള വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ വലിയ പ്രചരണമാണ് ഇന്ത്യ മുഴുവൻ. അപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങൾ CBCയുടെ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി തീർച്ചയായിട്ടും ഞങ്ങളത് ഗൗരവത്തിലെടുക്കും. അത് ആ പരാതികൾ പരിശോധിക്കും, വേണ്ട നടപടികൾ അല്ല അതെ ഗുഡ് ഗവർണൻസ് ഡേ അല്ല. നിങ്ങൾ ഞാൻ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അല്ല അടൽ ഇവിടെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നില്ലേ? അല്ല, ഒരു മിനിറ്റ്. അദ്ദേഹം ജനിച്ച ദിനം എനിക്ക് മാറ്റാൻ പറ്റുമോ? അദ്ദേഹം ജനിച്ച ദിനം നല്ല മനുഷ്യരുണ്ടാകുന്ന ദിനം ഡിസംബർ 25 എൻ്റെ കുഴപ്പമാണോ? അല്ല, കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. എല്ലാ വർഷവും അടൽ ബിഹാരിയുടെ വാജ്പേയിജിയുടെ ജനിച്ചദിനം പാർട്ടി ആഘോഷിക്കുന്നു. അത് ഗുഡ് ഗവർണൻസ് ഡേ ആയിട്ട് ആഘോഷിക്കും. ഒരു കാര്യം, ഈ വർഷത്തെ UPയുടെ
ഔദിയുടെ കലണ്ടർ എടുത്ത് നിങ്ങൾ നോക്ക്, എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്താ അതിലുണ്ട്, എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയും. അല്ല ഉണ്ട്. അത് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത് ഗുഡ് ഗവേണൻസ് എന്നല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിന് ക്രിസ്മസ് ആരെങ്കിലും ആഘോഷിക്കില്ലെന്ന് UP നാട്ടിലും പറഞ്ഞു. ക്രിസ്മസ് ആരും പറഞ്ഞു. അല്ലല്ല, കുട്ടികൾ സ്കൂളിലെത്തണമെന്ന് പോകാമല്ലോ. അതല്ലേ ഞാൻ ഇവിടെ ഓഗസ്റ്റ് 15-നും ഒക്ടോബർ 2-നും സർക്കാർ ഉദ്യോഗസ്ഥരും സ്കൂളിലെത്തണമെന്ന് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഇത് ഓർഡറല്ല, കേരള ഗവൺമെൻറ് നിർദ്ദേശമുണ്ട്. ഉണ്ട്. അത് പറഞ്ഞാൽ എല്ലാവരും കോളേജ് എത്താറുണ്ടോ? അവിടെ ക്രിസ്മസ് ആഘോഷിക്കരുത്. നിങ്ങൾ രാവിലെ മുതൽ ചിത്രീകരിച്ച് എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് വിലക്കി യോഗി ആദിത്യനാഥ്? അങ്ങനെയാണോ അത് സംഭവം? അങ്ങനെയാണോ? അങ്ങനെ വ്യാഖ്യാനിക്കല്ലേ? അതിന് മറുപടിയില്ല സാറേ. അങ്ങനെ നിങ്ങൾ രാവിലെ മുതൽ കൊടുക്കുന്ന ക്രിസ്മസ് ആഘോഷം വിലക്കി യോഗി ആദിത്യനാഥ് അല്ലല്ല, രാവിലെ മുതൽ കൊടുക്കുന്നത് ഉദ്ദേശമൊക്കെ മനസ്സിലായി, അതൊക്കെ മനസ്സിലായി. ഞാൻ അതുകൊണ്ട് അതിലേക്കൊന്നും പോകണ്ട. പക്ഷേ ഒരു കാര്യം പറയാമല്ലോ, ഇതിനകത്ത് നിങ്ങൾ കൊടുക്കുന്നൊരു വാർത്ത ആണോ ശരി? ക്രിസ്മസ് ആഘോഷം വിലക്കി യോഗി ആദിത്യനാഥ്, അതൊന്നും കൊള്ളില്ല. അതൊന്നും മോശം. ഓണത്തിന് ദിവസം ഒരു സേവനം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന് എന്നാ കുഴപ്പം? അല്ല, അടൽ ബിഹാരി വാജ്പേയി അത്ര മോശപ്പെട്ട മനുഷ്യനാണോ? നല്ല മനുഷ്യനല്ലേ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി മാത്രമല്ല, ഇന്ത്യ കണ്ടതിൽ ഏറ്റവും നല്ല മനുഷ്യനാണ്. അല്ല, ഞങ്ങൾക്ക് CBCIയുടെയും അതുപോലെ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, അതുപോലെ ഇപ്പോൾ പറഞ്ഞ സംഘടന നമ്മുടെ യുണൈറ്റഡ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്, ഇവരുടെ പരാതികൾ ലഭിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രം BJPക്കല്ലല്ലോ, അവർക്ക് അവിടെ പ്രാദേശികമായി പരാതി കൊടുക്കേണ്ടത് പോലീസിനാണ് അല്ലേ? അത് പോലീസ് കേസ് എടുക്കുന്നില്ലെങ്കിൽ ആണല്ലോ അവർ നമ്മളെ സഹായിക്കേണ്ടത്. പോലീസ് കേസ് അല്ല, ഞങ്ങളെ അല്ലല്ലോ പോലീസ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അത് BJPയെ സമീപിച്ച് എന്താ ചെയ്യുമെന്ന് ആദ്യം ചോദിച്ചു. അത് കഴിഞ്ഞ് BJPയെ സമീപിക്കേണ്ട എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത്? പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹോം മിനിസ്റ്റർക്ക് പരാതി ലഭിച്ചിട്ടില്ലേ? ഹോം മിനിസ്റ്റർക്ക് പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്മേൽ നടപടി ഉണ്ടാവും. ഏതാ ഈ ആക്രമണങ്ങളെയല്ല, ഈ ആക്രമണങ്ങളല്ല സുഹൃത്തെ, ഈ ആക്രമണങ്ങളല്ല. ലോകത്ത് എവിടെ ഏത് ആക്രമണങ്ങളും നടന്നാലും അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നതാണ്. ക്രിസ്മസ് ആഘോഷമല്ല ഭായി, ഏത് ആഘോഷമാണെങ്കിലും, ഏത് മതസ്കരുടെ ആഘോഷമാണെങ്കിലും അത് നടന്നിട്ടുണ്ടെങ്കിൽ, ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഉദ്ദേശം മനസ്സിലായി, അത് നടന്നിട്ടുണ്ടെങ്കിൽ 100% തെറ്റാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പാലക്കാട് മദ്യപിച്ചാണ് ക്രിസ്മസ് കരോൾ നടത്തിയതാണ് C. കൃഷ്ണകുമാർ മുമ്പ് പ്രസ്താവന കൊടുത്തത്. അതിനോട് നിങ്ങൾ പ്രതികരണം? അതല്ലേ പ്രശ്നം. അല്ല, അവിടെ CPMന്റെ നേതൃത്വത്തിൽ കോലം കെട്ടായിരുന്നു. കുറേ വീടുകളിൽ ചെന്നിട്ട് മാന്യമായ ഒരു കരോൾ ആയിരുന്നില്ല. അത് മാന്യമായ കരോൾ ആണെങ്കിൽ പള്ളി അറിയണ്ടേ? അവിടെ രൂപത അറിയണ്ടേ? അല്ല, പള്ളി അറിഞ്ഞ് കരോൾ നടത്തണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നടത്തുന്ന കരോൾ മാന്യമായിരിക്കണം. അല്ല, അടിയിട്ട് അത് മാന്യമായിരുന്നില്ല. നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ, നാട്ടുകാരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അത്തരത്തിലൊരു കരോളാണ് അവിടെ നടന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. നിങ്ങൾ പറഞ്ഞില്ലേ അവിടെ മദ്യപിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അദ്ദേഹം, ഞാൻ അറിഞ്ഞിടത്തോളം എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു മാന്യമായ കരോൾ ആയിരുന്നില്ല. അതാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. മാന്യമല്ലാത്ത കരോൾ, കള്ളു കുടിച്ചിട്ട് നാട്ടുകാരുടെ മുഖത്ത് കയറുന്ന കരോൾ ഉണ്ടെങ്കിൽ ആ ചെല്ലുന്ന കയറുന്ന വീട്ടുകാർ തന്നെ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അതെങ്ങനെ എൻ്റെ പൊന്നു ചേട്ടാ, അങ്ങനെയൊക്കെ വളച്ചൊടിക്കാതെ. അല്ല, ജബൽപൂർ അല്ല, അത് ഞങ്ങളാണോ? ഈ ഒന്നും വേണ്ട. വേറൊരു കാര്യം, ഈ പറയുന്ന പാലക്കാട്ടെ കരോൾ തടസ്സപ്പെടുത്തിയ BJP ആണ്. ആര് പറഞ്ഞു? എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച്? ഞങ്ങളുടെ അറിവിൽ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ അതിനകത്ത് ന്യൂസ്. ഇപ്പോൾ 10 മിനിറ്റ് മുമ്പ് ഞാൻ ജില്ലാ പ്രസിഡന്റായിട്ട് തമ്മിൽ സംസാരിച്ചതാണ്. നമ്മുടെ ആരും ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായി മിനിങ്ങാന്ന്. അവിടെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി വന്ന് പറഞ്ഞ തന്നെ സംഘപരിവാറാണ്. അറസ്റ്റ് ചെയ്ത ആരൊക്കെയാണ്? എൻ്റെ പൊന്നു സുഹൃത്തെ, നാട്ടിൽ ലോകത്തുള്ള എല്ലാ 8-ാം മാസത്തിനെയും പിതൃത്വം ഞങ്ങൾക്ക് കയറ്റാൻ പറ്റുമോ? എല്ലാ 8-ാം മാസവും BJPക്ക് പിടിക്കാൻ പറ്റുമോ? ഞങ്ങളുടേതാണ്, ഞങ്ങൾ ഏറ്റെടുക്കാം. ഞങ്ങളുടേതാണെങ്കിൽ ഏറ്റെടുക്കാം. ഞാൻ ഇപ്പോൾ നമ്മുടെ
പാലക്കാട് MLA പോലത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? ദില്ലിയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനമാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്നതാണ്. ഇന്നലെ ലജ്പത് നഗറിൽ ഇത്തരത്തിൽ തൊപ്പിയൊക്കെ വെച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ വന്ന വനിതകളെ അവിടെ നിന്ന് ആട്ടിപ്പായി. ആര്? സംഘപരിവാർ അനുകൂലികൾ ആട്ടിപ്പായി. അതുകൊണ്ട് ആ വീഡിയോ വന്നില്ലല്ലോ. എന്ത് വീഡിയോ ഇന്നും ഇന്നലെയായിട്ട് 100-300 വീഡിയോ 1980 മുമ്പുള്ളവരെ ഇറങ്ങിയത് കൊണ്ട് കറക്റ്റായിട്ട് ആ വീഡിയോ എല്ലാം കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ഇപ്പോഴും ഒറ്റ നിലപാട് കൃത്യം, എൻ്റെ സ്റ്റാൻഡ് വളരെ കൃത്യമായി പറയുന്നു. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഇഷ്യൂസ്, പ്രത്യേകിച്ച് ഞാൻ കേരളത്തിലെ BJP പ്രതികരിക്കുന്ന ഒരു മിനിറ്റ് അല്ല സാറേ, ഞാൻ ഈ കബഡി നടത്തി എനിക്ക് ഇത് എവിടെ വിഷയം ഉണ്ടാകുന്ന കണ്ടത് എൻ്റെ മുമ്പിൽ വരുന്ന വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പോലീസും ഉള്ള ഒരു നാട്ടിൽ സാറേ, അത് ഈ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് ഇഷ്യൂ തുടങ്ങിയത്? അതിന് മുമ്പുണ്ടല്ലോ. അപ്പോഴും ഉണ്ടാകുന്ന ഇഷ്യൂവിനെ അല്ല ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഇഷ്യൂവിനല്ല നമുക്ക് പരിഹരിക്കാൻ പറ്റൂ. അത് ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ഏത് ഇഷ്യൂവിനെയാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാത്തത്? എങ്ങനെയാണ് അവിടെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശം പ്രധാനമന്ത്രി തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ല, നടപടി സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാണാം. മനസ്സിലായില്ലേ? ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു തെരുവിലിറങ്ങി ഒരു ആൾക്കൂട്ടത്തിന് ഇത് ഹിന്ദു രാഷ്ട്രമാണ്, നിങ്ങൾ ഇതിവിടെ വിൽക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് മുകളിൽ വീഴുന്ന വലിയ പ്രശ്നമാണ്. എന്നെ ബാധിക്കില്ല. അത് എന്നെ ബാധിക്കില്ലേ? അവിടെയാണ് നടപടി. അവിടെയാണ് നടപടി ഉണ്ടാകുന്നത്. ആ നടപടി ഉണ്ടാകും. നിങ്ങളുടെ പരാതി വന്നില്ലേ? ചെയ്തില്ലേ? ഛത്തീസ്ഗഡ് ചെയ്തില്ലേ? ഛത്തീസ്ഗഡ് ചെയ്തോ? ഞാൻ പറയാം, ഈ രാജ്യത്ത് 150 കോടി ജനമുള്ള ഈ രാജ്യത്ത് ഒരിടത്തും ഒരു വിഷയം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റുമോ? ഞങ്ങളുടെ നിയന്ത്രണത്തിലാണോ അത്? മനസ്സിലായി? എവിടെയെങ്കിലും ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ഞാൻ പറയട്ടെ, ഇവർ പറയട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രചരണം കൊടുത്ത സാധനമാണ് മണിപ്പൂർ. മണിപ്പൂരിൽ എന്താ സംഭവിച്ചത്? മണിപ്പൂരിൽ എന്താ സംഭവിച്ചത്? ക്രൈസ്തവ വേട്ടയായിരുന്നു അവിടെ? അല്ലല്ലോ. അവിടെ അമ്പലം ഒരു മിനിറ്റ് ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിച്ചു. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ശരി, സംഭവിച്ചു. അവിടുത്തെ ഹൈന്ദവ ആരാധനാലയങ്ങൾ ആക്രമിച്ച കാര്യത്തിൻ്റെ ലിസ്റ്റ് എന്താ നിങ്ങൾ പുറത്തുവിടാത്തത്? 194 പള്ളികൾ അവിടെ ആക്രമിച്ചപ്പോൾ 400-ലധികം അമ്പലങ്ങൾ അവിടെ തറക്കപ്പെട്ടിട്ടുണ്ട്. അതെന്താ മിണ്ടാത്തത്? ഇരു വിഭാഗത്തിലും അത് നിങ്ങൾ പറയുന്നില്ല. കുക്കിയിലും മെയ്ത്തിലും വിഭാഗത്തിൽപ്പെടുന്ന 2 വിഭാഗത്തിലും വളരെ കൃത്യമായി ആക്രമണങ്ങൾ നടന്നു. നിങ്ങളത് പറയില്ല. നിങ്ങൾ പറയുന്നത് എന്താ? അവിടെ ക്രൈസ്തവ വിഭാഗങ്ങൾ പറയില്ല. മാതൃഭൂമി ന്യൂസ് അല്ല, ഒരു ചാനലും പറഞ്ഞിട്ടില്ല. 100% ആ നിലപാട് എവിടെ ഉണ്ടായെങ്കിലും ഏത് തരത്തിലുള്ള, ഇത് മാത്രമല്ല, ഏത് തരത്തിലുള്ള ആക്രമണങ്ങൾ ഏത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയും, അത് ക്രൈസ്തവർക്ക് മാത്രമല്ല മുസ്ലിങ്ങൾക്കെതിരെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇവിടെ മോദിജി അധികാരത്തിൽ വന്നപ്പം എല്ലാവരും കൂടെ പ്രചരിപ്പിച്ച എന്താണ്? എന്നിട്ട് ഇവിടെ ഇന്ന് ലോകരാജ്യത്ത് നമ്മുടെ ചുറ്റുവട്ടുള്ള രാജ്യമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് മുസ്ലിം സഹോദരങ്ങൾ ഏറ്റവും സമാധാനമായിട്ട് ജീവിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അതെങ്കിലും അംഗീകരിക്കണം പ്ലീസ്. പശുക്കടത്തിന് ആൾ തല്ലിക്കുന്ന സ്ഥലം ഇന്ത്യയാണ്. അതായിരിക്കാം, അവിടെ ഉണ്ടാകും. അതിന് ആൾ ജയിലിൽ പോയില്ലേ? ഇല്ലല്ലോ, പുറത്തോട്ട് നടപ്പില്ലല്ലോ. സംസ്കാരമാണ് സുഹൃത്തെ, സംസ്കാരമാണ്. അല്ല, ആർ എസ് എസിൻ്റെ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളിൽ ഇത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ രാജ്യത്തെ ഈ ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു സംസ്കാരമാണ്. നമ്മളെല്ലാം അതിൻ്റെ ഭാഗമാണ്. അതാണ് എൻ്റെ വിശ്വാസം.